നാളെ ലോകം അവസാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാച്ചിലൊന്നും തീരില്ല. അത് നമ്മുടെ സോലോ കാര്യങ്ങളൊന്നും ഒരിക്കലും തീരില്ല. അതിന് ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. കാരണം അങ്ങനെ തകർന്നടിയാൻ പോകുന്ന ഒരു പാലത്തിന്റെ മുകളിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. ഈ ഉന്തുവണ്ടി അവിടെ എത്തിച്ചു കഴിഞ്ഞാലേ നാളെ എനിക്ക് കച്ചവടം ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഈ കുട്ടി ഈ ഭാഗത്ത് ലോക്കായി കഴിഞ്ഞാൽ നാളെ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പുറത്ത് കോഴിക്കോട് അടച്ചിട്ടില്ല അപ്പുറത്തേക്ക് എത്തണം. അതോ തകർന്നടിഞ്ഞ് മരണം മുന്നിൽ കാണുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിസാര കാര്യങ്ങൾക്ക് വേവലാതിപ്പെട്ട് പായുന്ന ഒരു ജനതയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാലും അപകടമാണ്. ഇപ്പൊ നമ്മുടെ റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ നിസാര കാരണങ്ങൾക്ക് വേണ്ടി പായുന്ന ആളുകളാണ്. ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ വേവലാതിപ്പെട്ടുകൊണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ ജീവിതം പണയം വെച്ചുകൊണ്ട്, നമ്മുടെ ലൈഫ് പണയം വെച്ചുകൊണ്ട് പെരുമ്പാച്ചിൽ പായ അവർക്ക് മാത്രമല്ല, അത് മറ്റുള്ള ആളുകൾക്കും കൂടി അപകടം വരുത്തുന്നു എന്ന് പഠിക്കാത്ത രീതിയിൽ പായത്. കാരണം ഇടത്തെ ഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്യുക, അതേപോലെ സീബ്ര ക്രോസ് ചെയ്യുന്ന ആളുകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിസ്സാര കാര്യങ്ങളായിരിക്കും. ഇവർക്ക് പരിക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇവർ പോയിരുന്നത് ചെറിയ കാരണങ്ങൾക്കായിരിക്കും. റേഷൻ കടയിൽ പോകുന്ന ആളുകൾ, അതേപോലെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് 60-70 സ്പീഡിലൊക്കെ പായിപ്പിച്ച് പോയ ആളുകൾ, അതേപോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുറപ്പെടുക. ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ ഓടിക്കാനുണ്ട് എങ്കിൽ കാൽക്കുലേറ്റ് 60 സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ കേരളത്തിലിപ്പോൾ സ്റ്റേറ്റ് നാഷണൽ ഹൈവേ ഒഴിവാക്കി ബാക്കി ഏത് റോഡിനാണെങ്കിലും ശരി 1 മണിക്കൂറിൽ മാക്സിമം നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 25-30 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാൽക്കുലേഷൻ മൊത്തം തെറ്റും. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ പുറപ്പെടുന്ന ആളുകൾ നേരത്തെ കാലത്ത് തന്നെ പുറപ്പെടാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഈ ഓവർ സ്പീഡ് പോകുമ്പോൾ നമ്മളൊരു വിചിന്തനം നടത്തുക, എന്തിനാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. അപ്പം ഡ്രൈവിങ്ങിലൊക്കെ മാക്സിമം ഇത്തരം നമ്മൾ വേവലാതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, തിരക്ക് ഒഴിവാക്കിക്കൊണ്ട്, വളരെ കോൺഫിഡൻറ്റോട് കൂടി റിലാക്സ് ചെയ്തുകൊണ്ട്, എൻജോയ് ചെയ്തുകൊണ്ട് മാത്രം ഡ്രൈവിങ് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന സമയത്ത് ഈ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾക്ക് എന്ത് തോന്നിയത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഡ്രൈവിങ്ങിൽ ഇതേപോലെ നിസ്സാര കാര്യത്തിന് പോയി അപകടം പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.